എനിക്ക് വാം വെൽക്കം തന്ന എൻ്റെ നാത്തൂൻ്റെ കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. ഇന്ന് നമുക്ക് കുറച്ച് കുടുംബക്കാരെ കുറിച്ച് പറയാം. കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ അമ്മായിയമ്മയും നാത്തൂനും മാത്രമല്ല, മൊത്തത്തിലെ കുടുംബക്കാരൊക്കെ കൊള്ളാം. ഒരുപാട് പ്രത്യേകതകളും നല്ല ചിന്താഗതിയും ഒക്കെയുള്ള നല്ല ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ എല്ലാവരും കുഞ്ഞമ്മയുടെയും കൊച്ചിൻ്റെയും വീട്ടിലാണ് ഉള്ളത്. ഇന്ന് ന്യൂലി വെഡ്സ് ആയിട്ടുള്ള പുതിയ കപ്പിൾസിന് വിരുന്ന് കൊടുക്കുന്ന ദിവസം അവിടെ. അവരുടെ വീടിന്റെ പുറകിൽ ഓൾമോസ്റ്റ് 2 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ളൊരു കുളമുണ്ട്. തള്ളല്ല കേട്ടോ, ഉള്ളതാ. രാത്രിയാണെങ്കിൽ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല ചിന്താഗതിയുള്ള കുടുംബക്കാരെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അതിൻ്റെ ഒരു റീസൺ ഞാൻ പറയാവേ. ഇപ്പം റീസെൻ്റ്ലി കല്യാണം കഴിച്ച കിച്ചേട്ടനും ചെയ്തോളും, അതിനു മുമ്പ് കല്യാണം കഴിച്ച മനുവും സേതുവും മാത്രമേ ഉള്ളൂ ന്യൂലി വെഡ്സ് ആയിട്ടുള്ളത്. പക്ഷെ വിരുന്നിന് 5-6 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ച മൂത്ത ചേട്ടനായ സുനിച്ചേട്ടയും അനുചേച്ചിയും തൊട്ട് കല്യാണം കഴിക്കാത്ത ഏറ്റവും ഇളയ ആളായ അച്ചു വരെ ഉണ്ട്. ഇതിനു മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇതാണ് ലാസ്റ്റ് വിരുന്ന്. ഇത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ഞാൻ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം 3 കല്യാണം ഈ കുടുംബത്തിൽ നടന്നു. 3 സമയത്തും സെയിം കാര്യങ്ങൾ തന്നെയാണ് നടന്നത്. വന്ന് കയറുന്നത് ആണായാലും പെണ്ണായാലും ദേ ട്രീറ്റ്സ് എവരി വൺ ഈക്വൽ. അത് വളരെ ഒബ്വിയസ് ആണ്. എനിക്കത് ഇവരുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി കൾച്ചറാണ്. അതുകൊണ്ട് ഈ വന്നവരും നിന്നവരും എല്ലാവരും കൂടെ വളരെ പെട്ടെന്ന് നമ്മളൊരു കുടുംബം എന്നുള്ളൊരു വൈബിലോട്ട് എത്തും. ഞാനിങ്ങനെ വെറുതെ കെട്ടിവന്ന വീട്ടുകാരെ പൊക്കിയടിക്കുന്നു അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്നു എന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മൾ ഈ ഗാർഹിക പീഡനവും അമ്മായിമ്മപ്പോരും നാത്തൂൻ പോരും ഡിപ്രഷനും ഒക്കെ എപ്പോഴും കേൾക്കുന്നതല്ലേ. അവർക്കൊക്കെ ഇടയിൽ ഇങ്ങനെ പെമ്പിള്ളേരെ നന്നായി ട്രീറ്റ് ചെയ്യുന്നവരും ഉണ്ടെന്ന് നമ്മളൊന്ന് പറയണ്ടേ. ദ്രോഹിക്കുമ്പോൾ അതൊക്കെ വിളിച്ചു പറയുകയും നല്ലത് ചെയ്യുമ്പോൾ മിണ്ടായിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളവരും ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ പറയുകയും ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ഞാൻ അവരോടുള്ള ഒരു റെസ്പെക്റ്റ് ആയിട്ടും ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് കാണുന്നത്. കുഞ്ഞമ്മയുടെ ഓമന പുത്രനായ ഗോപുവിന് ഒരു ചക്കര ഉമ്മയും ഗുഡ് നൈറ്റും കൊടുത്തേച്ച് ഞാൻ വീട്ടിൽ പോവാം.